ഹലോ ഗായ്സ്, ഇവിടെ നിന്ന് നല്ല രസമുണ്ട്. സൺലൈറ്റ് അടിക്കുമ്പോൾ കാണാം. അതാ ഞാൻ ഇവിടെ നിന്ന് ഈ ഒരു ആംഗിളിൽ നിന്ന് ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചത്. ബട്ട് വെൽക്കം ടു വ്ളോഗ് 2. രണ്ടാമത്തെ വ്ളോഗ് ഷൂട്ട് ചെയ്യാണ് നമ്മൾ. ഈ ഒരു ലൈറ്റിങ് തന്നെ കൊള്ളാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ സമയം വാച്ച് ഡെഡായി. സമയം എത്രയായി? ഇപ്പോൾ ഇവിടെ സമയം 7:22. അപ്പം ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചത് എന്താന്ന് വെച്ചാൽ, ഞാൻ വിചാരിച്ചു ഇന്ന് നിങ്ങളെ എൻ്റെ ഒരു ഈവനിങ് കാണിച്ച് തരാമെന്ന് വിചാരിച്ചു. കാരണം യൂഷ്വലി എനിക്കിങ്ങനെ വർക്ക് കഴിഞ്ഞ് വീട്ടിൽ വരിക, പിന്നെ കിടക്കുക, റെസ്റ്റ് ചെയ്യുക, ഡിന്നർ ഉണ്ടാക്കുക, ഇതൊക്കെ ആയിരിക്കും യൂഷ്വലി ഞാൻ ചെയ്യാറ്. പക്ഷെ ഇന്നിപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു ഈവനിങ് വ്ളോഗ് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ I will show you എൻ്റെ ഈ ഒരു വ്ളോഗിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന്. ഗൈസ്, വിറ്റമിൻ ഡി ഈസ് വെരി ഗുഡ് ഫോർ യുവർ സ്കിൻ, വെരി ഗുഡ് ഫോർ യുവർ ബോഡി, വെരി ഗുഡ് ഫോർ യുവർ ഇമ്മ്യൂണിറ്റി. അതുകൊണ്ട് ഇടയ്ക്ക് ഇതുപോലെ നല്ല വെയിലുണ്ടെങ്കിൽ ഒരു സൺസ്ക്രീനും ഇട്ടിട്ട് പുറത്തിറങ്ങിപ്പോയി നിൽക്കുക. കാനഡയിലൊക്കെയാണ് ജീവിക്കുന്നതെങ്കിൽ മിക്കവാറും ഉള്ള എല്ലാ മാസങ്ങളിലും മഞ്ഞായിരിക്കും. അതിൽ ഇതുപോലൊരു സമ്മറൊക്കെ കിട്ടുമ്പോൾ നമ്മൾ മാക്സിമം പുറത്ത് ചെന്ന് ഇരുന്ന് ഇതുപോലെ സൺലൈറ്റിൽ ഫേസൊക്കെ വെച്ച് കൊടുക്കണം. നിങ്ങൾ ചിലപ്പോൾ കറുത്തതൊക്കെ വരും, നമ്മൾ അതിനു വേണ്ടിയാണല്ലോ സൺസ്ക്രീൻ ഇടുന്നത്. പക്ഷെ അങ്ങനെ നേരെ വണ്ടി എടുത്ത് നമ്മൾ പോയത് സ്കാർബ്രോ ടൗൺ സെൻറ്ററിലേക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടുത്തെ ഫുഡ് ലോക്കറിൽ പോയി കുറച്ച് ഷൂസൊക്കെ ട്രൈ ചെയ്ത് നോക്കി ഗൈസ്. 1-2 ഒക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഉള്ളതൊക്കെ ഓൺലൈനിൽ നോക്കി അതനുസരിച്ച് മേടിക്കാമെന്ന് വിചാരിച്ചു. നേരത്തെ കാണിച്ച ബ്രൗണിൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതും കുഴപ്പമില്ല, ആ കളറും നല്ല കളറാണ്. ഞാൻ അത്ര വലിയ ഷൂസിൻ്റെ ഫാനൊന്നും അല്ല കേട്ടോ. പക്ഷെ എനിക്ക് എന്തോ ഈ ന്യൂ ബാലൻസിൻ്റെ ഷൂസ് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നിയായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ നേരെ വെച്ച് പിടിച്ചത് വീണ്ടും ഒരു ഗ്രോസറി ഷോപ്പിങ്ങിലേക്കായിരുന്നു ഗൈസ്. ഇത് വാൾമാർട്ടാണ് കേട്ടോ. ഞങ്ങൾ നേരെ വാൾമാർട്ടിൽ പോയി. ടർക്കി വേണ്ട, ബീഫ് ഓർ ചിക്കനോ, കുറേ ഓപ്ഷൻസ് ഉണ്ടല്ലോ അവർക്ക്. യെസ്, അപ്പം നമ്മൾ റിയോയ്ക്ക് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. 2 ക്യാൻ മീറ്റും പിന്നെ കുറച്ച് ടോയ്സൊക്കെ നോക്കിയെങ്കിലും കാര്യമായിട്ടൊന്നും ഇഷ്ടപ്പെടാഞ്ഞത് കൊണ്ടും ഞങ്ങൾ വേറൊന്നും കാര്യമായിട്ട് എടുത്തില്ല ഗൈസ്. റിയോയ്ക്ക് വേണ്ടി ആകെ 2 ക്യാനും പിന്നെ കുറച്ച് ട്രീറ്റ്സ് ഒക്കെ ഞങ്ങൾ നോക്കിയായിരുന്നു. ഗൈസ്, ഇത് ഇവിടുത്തെ ചിക്കൻ്റെ ഒക്കെ എന്നാണ് കേട്ടോ. ഇത് ഡോഗ്സിനൊക്കെ ഇങ്ങനെ കൊടുക്കുന്നതാണ് ട്രീറ്റ്സ് ആയിട്ട്. എന്താണ് ഇതൊക്കെ ഇവിടുത്തെ പട്ടികളുടെ ട്രീറ്റ്സ് ആണ്. പൂച്ചകളുടെ ഉണ്ട് അപ്പുറത്ത് തന്നെയാണ്. പോർക്ക് പക്ഷേ നമ്മൾ കൊടുത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് അറിയില്ല. ഇത് സിനിമൻ സ്റ്റിക്കാ. റിയോക്ക് ചിക്കൻ അലർജിയാണ്. അതുകൊണ്ട് നമ്മൾ ബീഫ് ഓർ ലാമ്പാണ് യൂഷ്വലി മേടിക്കാറ്. നമ്മൾ പ്രിഫർ ചെയ്യാറ് മേടിക്കാൻ അതാണ്. പിന്നെ ഈ എല്ലൊന്നും കൊടുക്കാൻ പാടില്ല, പ്രത്യേകിച്ച് ചിക്കൻ്റെ എല്ല് തീരെ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ബീഫിൻ്റെ എന്തെങ്കിലും ഐറ്റം കിട്ടുമോ നോക്കുക കേട്ടോ. അങ്ങനെ ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് ഐറ്റംസും കൂടെ മേടിച്ച് ഞങ്ങളെല്ലാം സെൽഫ് ചെക്കൗട്ട് ചെയ്തിട്ട് ഇന്നത്തെ ഷോപ്പിംഗ് ഇവിടെ കൊണ്ട് തീർക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. സമയം ഗൈസ് ഏകദേശം ഒരു 9:30-10 മണി അടുത്താവാറായിട്ടോ. വീടിൻ്റെ അടുത്ത് തന്നെയാണ് തറവാട് റെസ്റ്റോറൻറ്റ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തായാലും അതിൻ്റെ മുന്നിൽ കൂടെയാണ് പോകുന്നത്, അപ്പം പിന്നെ അവിടെ നിന്ന് ഫുഡും കൂടെ കഴിക്കാം. ഏത് ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ഇന്നത്തെ ഒരു ഡേ ഒഫീഷ്യലി ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാണ്.